സുഹൃത്തുക്കളെ, ചെല്ലാനം കടൽക്ഷോഭത്തിന് പേരുകേട്ട എറണാകുളം ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമം. ഇത് ചെല്ലാനത്തിൻ്റെ കഥയാണ്. ജലസേചന വകുപ്പ് കണ്ടെത്തിയ കേരളത്തിൽ കടൽക്ഷോഭം നേരിടുന്ന 10 ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ചെല്ലാനത്താണ്. ഇനി അതെല്ലാം ഒരു പഴങ്കഥകൾ മാത്രം കേട്ടോ. ഇനി കേരളത്തിൽ ഒരു മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഭാവിയിൽ നമ്മൾ പറയും അത് നമ്മുടെ ചെല്ലാനമാണെന്ന്. ഈ കാണുന്നത് വെറും ഒരു കടൽ ഭിത്തി മാത്രമല്ല കേട്ടോ, ഇത് ഇവരുടെ ജീവിതമാണ്, സ്വപ്നമാണ്. അതിന് മുൻകൈ എടുത്ത എല്ലാ അണിയറ പ്രവർത്തകർക്കും ആദ്യമേ ഒരു നന്ദി പറഞ്ഞുകൊള്ളട്ടെ. 570 കിലോമീറ്ററിൻ്റെ അത്ര നമ്മുടെ കേരളത്തിൻ്റെ കോസ്റ്റ് ലൈൻ. പക്ഷേ ഈ ഒരു 7.5 കിലോമീറ്റർ നമുക്ക് തരുന്ന നിർവൃതി അത് വേറൊരു ലെവലാണ്. പുഴകളും കണ്ടൽക്കാടുകളും കടലും ചെമ്മീൻ കെട്ടുകളും റിസോർട്ടുകളും ഭക്ഷണ വൈവിധ്യങ്ങളും നിറഞ്ഞ ഈ ഒരു ഗ്രാമപ്രദേശം ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് നേരെ പുത്തൻതോടാണ് കേട്ടോ. പുത്തൻതോടിൽ നിന്ന് നമ്മുടെ ഒരു സീ വേൾഡ് റൈഡ് നടത്തിയിട്ട് നേരെ ചെല്ലാനം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഫോർട്ട് കൊച്ചി എന്നാണ് ഈ ഒരു തീരദേശ മേഖല സ്റ്റാർട്ട് ചെയ്യുന്നത്, തീരദേശ റോഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മുണ്ടംവേലി എന്നുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. മുണ്ടംവേലി കഴിഞ്ഞിട്ട് മാനാശ്ശേരി, അത് കഴിഞ്ഞിട്ട് കാട്ടിപ്പറമ്പ് കഴിഞ്ഞിട്ട് ചെറിയ കടവ്. ഇതിനിടയിൽ ഒരു ബോർഡറാണ് കേട്ടോ. ഞാൻ താമസിക്കുന്ന ഏരിയ കൊച്ചിൻ കോർപ്പറേഷനിൽ പെട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. ഈ ചെറിയ കടവ് എന്നുള്ളത് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പുത്തൻതോട്ടി ചെല്ലുന്നു, അഫിനെ മീറ്റ് ചെയ്യുന്നു. നമ്മൾ നേരെ ചെല്ലാനം ഹാർബറിലേക്കുള്ള റൈഡാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ്. വേ ടു പുത്തൻതോട് ബീച്ച്. പുത്തൻതോട് ബീച്ചിലേക്കുള്ള വഴിയാണ് കേട്ടോ. നല്ല വീതിയുള്ള നല്ല സ്മൂത്ത് റോഡാണ്. അങ്ങനെ നമ്മുടെ നാടാകെ മാറുകയാണ് സുഹൃത്തുക്കളെ. ചേലോടെ ചെല്ലാനം ശുചിത്വ സ്വാഗതം. അപ്പോൾ സംഭവം ഇവിടുന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ചെല്ലാനത്ത് തുടങ്ങിയിട്ട് പുത്തൻതോട് ഇവിടെയാണ് അവസാനിക്കുന്നത്. അഫിൻ്റെ വീടിന് അവിടെ നിന്ന് ഒരു 10-800 മീറ്റർ ഉള്ളൂ കേട്ടോ. നോക്കിയേ, ഇവിടെ വെള്ളം ഇങ്ങനെ ചാടുന്നത് നിങ്ങൾക്ക് കാണാം. അതാണ് ഇപ്പോൾ ഇവരുടെ പരാതി. കാരണം രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം വന്ന് വീണൊരു ജീവിതം ദുസ്സഹമാവുന്നൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, ഇവിടെ പൊക്കണം. അവിടെ ഒരു സ്റ്റെയർ ഉണ്ട് കേട്ടോ. ഇതിനിടയിൽ ഇത്രയും സ്റ്റെപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ. ആളുകൾക്ക് കയറാൻ ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളാണ്. അങ്ങനെ നമ്മൾ കയറിയപ്പോൾ രണ്ടുപേരെ പരിചയപ്പെടാം. ബിജു. എവിടെയാണ് വീട്? ചേർത്തല. ഓസാ പേര് സോജൻ. ചേർത്തല. അപ്പോൾ 2 റണ്ണേഴ്സാണ് ഇവിടെ ഓടാനുള്ള പരിപാടിക്ക് വന്നതാണ്. ഓട്ടം തുടങ്ങി, അല്ലെങ്കിൽ ഓട്ടം തുടങ്ങാനുള്ളൊരു നീക്കത്തിൽ നിൽക്കുക കേട്ടോ. നല്ലൊരു സ്ഥലമാണ് അല്ലേ ഓടാനായിട്ട്, ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇത്തരം ബോട്ടുകൾ പറയുന്നുണ്ട് കേട്ടോ. ഇതിലാണ് മീൻപിടുത്തം നടത്തുന്നത്. എൻ്റെ മോനെ, ഇത് വേറൊരു ലെവൽ സ്ഥലം കേട്ടോ. വേറെ നല്ല ഈ ഒരു റൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫീല് ഇതുവരെ എവിടെയും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കടൽ നല്ല വിസിബിളാണ്. അങ്ങ് പരന്ന് കിടക്കുന്ന കടൽ, നല്ല കാറ്റുകൊണ്ട് നല്ല കാലാവസ്ഥ കേട്ടോ. ഇടത് ഭാഗത്ത് നമുക്ക് കുറേ വീടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. 3500ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീ വേൾഡ് നിർമ്മാണമേ ചെല്ലാനത്ത് നിന്ന് ആരംഭിച്ചിട്ട് പുത്തൻതോട് വരെ ചെയ്തപ്പോൾ 2023 കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസാണ് പറഞ്ഞിട്ടുള്ളത്. മൊത്തം ചിലവായത് ഒരു 347 കോടിയാണെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ഇനി വരാൻ പോകുന്നത് കേട്ടോ. അതിനാണ് ഇപ്പോൾ ഈ അടുത്ത സമരമൊക്കെ നടന്നത്. അത് പറയുന്നത് പുത്തൻതോടിൽ നിന്ന് ചെറിയകടവ് വരെ. അപ്പോൾ ചെറിയകടവ് എന്നുള്ളത് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൻ്റെ ചെറിയൊരു വാർഡാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 3.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ് വരുന്നത്. 306 കോടിയാണ് ഇപ്പോൾ അതിൻ്റെ ചിലവ് പറയുന്നത്. അപ്പോൾ അതും ഉടനെ നടപ്പിലാകും. പിന്നെ അതുപോലെ തന്നെ ഒരു 15,000
എങ്ങാണ്ട് ആണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ജനസംഖ്യ. ഒരു പകുതിയോളം സ്ത്രീകളും പകുതിയോളം പുരുഷന്മാരും, അങ്ങനെ എന്തോ അതിൻ്റെ ഒരു കണക്ക്. പിന്നെ ഇപ്പോൾ നമ്മുടെ ചെല്ലാൻ ഹാർബറിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ് കേട്ടോ. ഈ ചെല്ലാൻ ഹാർബറിൽ ചേട്ടൻ പറയുന്നത് ഹാർബറിന് ശേഷമാണ് കുറച്ച് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആ പ്രതിഭാസത്തിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നതെന്നുള്ളതാണ്. നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഡച്ചുകാരാണ് ഈ ഒരു ചെല്ലാൻ ഹാർബർ 200 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതെന്നാണ് പറയുന്നത് മത്സ്യബന്ധനത്തിന്. അപ്പോൾ നമ്മൾ നേരെ ചെല്ലാനത്തേക്ക് വെച്ചുപിടിപ്പിക്കുകയാണ്. അപ്പോൾ അതേ പോളായിട്ട് നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. പോളായിട്ട് പള്ളിക്ക് പോയി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലല്ല, ഞാൻ ചെല്ലാനം വരെ പോകും. ചെല്ലാനം വരെ പുറത്തോട്ട് പോകും നേരെ. ചേട്ടൻ എവിടെ താമസിക്കണം? അവിടെയാണല്ലേ. അവിടെ അപ്പോൾ ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടനിപ്പോൾ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ചേട്ടാ പണ്ട് ഈ കടലപ്പുറത്ത് ഒരുപാട് അകലെയായിരുന്നില്ലേ? വളരെ പണ്ട് എൻ്റെ ഓർമ്മയിൽ ഒരു അര കിലോമീറ്റർ പടിഞ്ഞാറാണ്. 1/2 കിലോമീറ്റർ. എന്ന് വെച്ചാലല്ലേ ഞങ്ങളൊക്കെ ഓടിയേ എത്തിയില്ല. 3 അല്ല 5 അല്ല 1/2. എനിക്ക് ഇപ്പോൾ 73 വയസ്സായി. 73 വയസ്സിൽ ഞങ്ങൾക്ക് 8-5-6 വയസ്സുള്ളപ്പോൾ ഈ കടപ്പുറത്ത് കൂടി ഇതില്ലേ ഓലയുടെ പമ്പരം അതൊക്കെ കാറ്റിനിങ്ങനെ വെച്ച് കൊടുക്കും. അതിൻ്റെ അതിൻ്റെ ഓടി കിഴക്കോട്ട് പോകല്ല, കാറ്റനുസരിച്ച് കിഴക്കോട്ട് പോകും. അപ്പോൾ കിഴക്കോട്ട് പോയി കഴിയുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ പടിഞ്ഞാറ് കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറൊന്നും എത്തിയല്ല. ഇതിൻ്റെ ഈ കാണുന്നതിന് ഇവിടെ നിന്ന് ഒരു 3-4 വീട് കൂടി 2-3 വീട് കൂടി പടിഞ്ഞാറുണ്ടായി. വീട് ഇതിൻ്റെ ഈ കടലിൽ ഈ കടലുള്ള ഭാഗത്ത് പണ്ട് വീടുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ കടൽ കയറി എൻ്റെ ഓർമ്മയിൽ തന്നെ ഇപ്പൊ ശരിക്കും ഇതുപോലത്തെ ഒരു പുലിപുട്ട് പണ്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഇതിന്റെ അപ്പുറത്ത് കമ്പാവലി നമ്മൾ സാധനം ഉണ്ടായി. ഇങ്ങനെ ഈ വല ഇങ്ങനെ വളച്ചിങ്ങനെ കൊണ്ട് അതല്ലേ മറ്റേ ചീനവലല്ല, ഈ കമ്പാവലി ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ട് കരയിൽ നിന്ന് വലിക്കുന്നത്. എന്നിട്ട് ആ വള്ളവെല്ലാം കയറ്റി വെക്കേണ്ടത് ഇതിന്റെ പോലെ ഈ ഇതുപോലത്തെ സ്ഥലത്തായിരുന്നു. ഇത് കടലെടുത്ത് ഒരു 10 വർഷത്തിലും മേലായി തിരച്ചിൽ തുടങ്ങിയിട്ട്. ഏറ്റവും കൂടുതൽ തിരഞ്ഞു പോയേക്കുന്നത് ഈ ബസാറെന്ന സ്ഥലമാണ്. ഇത് അതാ ഈ ഒഴുക്ക് കൂടുതൽ സ്ഥലം കൊണ്ടാണ് ഈ 6 പുലിമുട്ട് ഇവിടെ വന്നേക്കണം. അല്ലേ? അതുകൊണ്ടാണ് 6 ഉണ്ട്. ടീ മോഡൽ. ഒരെണ്ണം ഇങ്ങനെ ടീ ഇല്ലാത്തത്, 4 ടീ ഉള്ളത്. അത് ഇപ്പം ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കണക്കനുസരിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതൽ കുത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ തിരച്ചിൽ കൂടും. 1, 2, 3, 6 മൊത്തം ഉണ്ട്. 4 ടീ. ഇടയിൽ ചുള്ളി വെച്ചിട്ടുണ്ടായി. ചുള്ളി ഈ കശുമാവില്ലേ, പറങ്കിയുടെ ചുള്ളി അടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായി 25 മീറ്ററിന്റെ വീതിക്ക് ഈ താഴത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇത്രയും കടലിന്റെ ഇതുകൊണ്ടാണ് ഇത്രയും ഒരുപാട് താന്നു പോയി. ആ കല്ലൊന്നും കാണിയല്ലേ ഇപ്പൊ, എവിടെയാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ പഴയ ആൾക്കാരാണ്ട് കാരണം അന്നെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 1.5 മീറ്റർ ചതുരമുള്ള കല്ലാണ്. നമ്മളിപ്പോ കൊല്ലത്തൊക്കെ ഇട്ടേക്കണല്ലേ പടിഞ്ഞാട്ട്. കൊല്ലത്ത് പോകണ്ട, പടിഞ്ഞാട്ടുള്ള കല്ല് വെച്ചേക്കണ പോലത്തെ കല്ലായിരുന്നു ഇവിടെ. ഇപ്പൊ ഇവിടെ വെച്ചേക്കണ പോലെ തന്നെ ഈ രഗ്ജി കണ്ടോ, അത് അതാണ് ഫിഷിംഗ് ഹാർബർ. അവിടെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഹാപ്പിയാണ്? വലിയ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. കാരണം ഇതിന് മെയിൻ്റെനൻസ് ഇല്ലെങ്കിലേ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഇതുപോലെ തിരഞ്ഞ് കീഴ്പാട്ട് പോകും. മെയിൻ്റെനൻസ് എന്തായാലും വരുമല്ലോ. ഇല്ലാഞ്ഞുകൊണ്ടാണ് നശിച്ചു പോകുന്നത്. ശരിയല്ലേ? 570 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു തീരദേശ മേഖല. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് വെച്ചാല് ഇപ്പൊ എവിടെ ഇല്ല. ഇപ്പൊ 7 കിലോമീറ്റർ തീർന്നു കണ്ണമാലി വരെ. ഇനി 7 കിലോമീറ്റർ കൂടി അപ്പുറത്തേക്ക് ആണ് 306 കോടി രൂപ പാസ്സാക്കിയിരിക്കുന്നത്. മറ്റേത് 363 കോടി. സംഭവം ഉഷാറാവും. ഇതാണ് ഇതിന്റെ സംഭവം. എല്ലാവരും നിലവിൽ ഹാപ്പിയാണ് അല്ലേ? കുഴപ്പമില്ല. ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഈ 2025 ഞങ്ങളൊന്നും ഉണ്ടായി, ഞാൻ ഉൾപ്പെടും ഈ വീടൊന്നും ഇവിടുന്ന് ഭൂരിപക്ഷം ആൾക്കാരും മിക്കവരും സ്ഥലം മേടിച്ച് പോയി. ഇവിടെ വീടുണ്ടായതാണ്, ഈ പറഞ്ഞ സ്ഥലത്ത് വീടുണ്ടായതാണ്. ഇവിടെയൊക്കെ കുറെ വീട് പൊളിച്ചു പോയതാണ്. ചിലർ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് അങ്ങനെ ഇതൊക്കെ കടലിൽ കയറിയാണ് ഈ കിടക്കണ്ട. ഇതൊക്കെ നല്ല വീട്. ഞാൻ കണ്ടു കുറെ പൊളിഞ്ഞ വീടുകളും ഇതിന്റെ തോടുണ്ടായിരുന്നു ഇവിടെ. വള്ളം തോണി പോകുന്ന തോടുണ്ടായിരുന്നു. വെള്ളം വന്ന് നല്ല കുത്തി ഒഴിക്കാൻ പോകൂലേ? കുത്തി എന്ന് പറഞ്ഞാൽ കടലിൽ ഇപ്പൊ സ്ഥിതി എന്തായിരുന്നു, ആ തിര കണ്ട. അതിപ്പോ ഇവിടെയൊക്കെ കുഴപ്പമില്ല, അടിച്ച് നിന്ന് പോകും. കുറച്ച് വെള്ളം ഇങ്ങനെ വീഴുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ അതല്ല, കടലിൽ ഇപ്പൊ ഒരു 3 മീറ്റർ പൊങ്ങുമ്പോ തിര മേലോട്ട് കടലിൽ പൊങ്ങുമല്ലോ, അപ്പൊ തിര ഇപ്പുറത്താണ് വീഴും. എന്താ പേര്? എന്റെ ഷിബു. പുള്ളി ആഫിൻ. പുള്ളി പുത്തന്നോടാണ്. ആണോ? കണ്ടറിന് പുത്തന്നോട് ഗ്യാപ്പിന്റെ. എന്തായാലും സന്തോഷം ചേട്ടാ.
ശരി. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ചെല്ലാന ഹാർബറിനോട് എത്തിയിട്ടാ. അപ്പോൾ അതെ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. സൈക്കിളായിട്ട് വരുന്നവർ ഈ സ്റ്റെപ്പിൽ കയറി സൈക്കിള് പൊക്കി കയറ്റണം. അതാണ് ടാസ്ക്. ഇതേ ഒരുപാട് ആളുകൾ അവിടെ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ബോട്ട് നോക്കിയേ. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. അതായത് ഒരു 100-ൽ പരം ബോട്ടുകൾ മുനമ്പത്തുനിന്നും ഫോർട്ട് കൊച്ചിയിൽ നിന്നും നേരെ ചെല്ലാന ഹാർബറിലോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇവിടുന്ന് ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മത്സ്യബന്ധന മേഖല ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവരുടെ ഒരു ജീവിതവും തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് 1.5 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം അത് ഈ ഒരു നടപ്പാത ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തില്ല, പക്ഷേ അത് പുനഃസ്ഥാപിക്കും പിന്നീട്. അവനെ എങ്ങനെയുണ്ട് ഈ റൈഡ്? അടിപൊളി റൈഡല്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബൈസിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ.